കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല ചെറുപുഴയിലെ തോട്ടക്കടവിന്റെ തടയണ നിർമ്മിച്ചു. വേനൽക്കാലത്ത് പുഴയിലും കിണറിലും ജലനിരപ്പ് താഴ്ന്നതോടെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മണൽ ചാക്കുകൾ ഉപയോഗിച്ച് തടയണ നിർമ്മിച്ചത്. തടയണകളുടെ നിർമ്മാണോദ്ഘാടനം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ നിർവഹിച്ചു. അതേസമയം തോട്ടക്കടവിൽ വർഷങ്ങൾക്ക് മുമ്പ് ജലസേചന വകുപ്പ് നിർമ്മിച്ച ബ്രിഡ്ജ് കം ബണ്ട് ഉപയോഗശൂന്യമായി കിടക്കുന്നതായി നാട്ടുകാർ പറയുന്നു. വേനൽക്കാലത്ത് പുഴയിലും കിണറിലും ജലനിരപ്പ് താഴ്ന്നതോടെയാണ് കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല ചെറുപുഴയിലെ തോട്ടക്കടവിൽ തടയണ നിർമ്മിച്ചത്. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മണൽ ചാക്കുകളിലാക്കി പുഴയ്ക്ക് കുറുകെ ഇട്ട് തടയണ നിർമ്മിച്ചത്. ഇതോടെ ചെറുപുഴയിലെ ജലനിരപ്പ് ഉയരുകയും ചെറുപുഴയിൽ കൂടരഞ്ഞി കാരശ്ശേരി പഞ്ചായത്തുകളിലെ ജലസേചന പദ്ധതികൾക്കായി ഉപയോഗിക്കുന്ന കിണറുകളിൽ വെള്ളം ലഭിക്കുകയും ചെയ്യും. വർഷം ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്തുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അതൊരു തടയണ ചീപ്പിട്ട് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അത് അധികൃതരെ അറിയിക്കുന്നുണ്ട്. അറിയിച്ചിട്ട് ഇതുവരെ ഒരു നിയമ നടപടികളും വന്നിട്ടില്ല. എന്നാൽ തോട്ടക്കടവിൽ വർഷങ്ങൾക്ക് മുമ്പ് ജലസേചന വകുപ്പ് ബ്രിഡ്ജ് കം ബണ്ട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഗതാഗത സൗകര്യത്തിനുള്ള പാലത്തിന്റെ ഉപയോഗം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ബണ്ടിലിടാനുള്ള ചീർപ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നശിച്ചുപോയതോടെ പുഴയിലെ ജലനിരപ്പ് താഴുമ്പോൾ മണൽ ചാക്കുകളിലാക്കി ബണ്ട് നിർമ്മിച്ച് വരികയാണ്. വിവരം നിരവധി തവണ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയുമില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ബണ്ടിന് ചീർപ്പ് ലഭിച്ചാൽ വർഷാവർഷം ചീർപ്പ് നിർമ്മിക്കുന്ന പ്രയാസം ഒഴിവാക്കാമെന്ന് നാട്ടുകാർ പറയുന്നു. ഒരുപാട് ആളുകളുടെ ശ്രമഫലമായിട്ട് ഇടയ്ക്ക് തടയണ നിർമ്മിച്ചു. പക്ഷേ അതൊക്കെ അടുത്ത് പൊട്ടിപ്പോവും. പിന്നീടും നാട്ടുകാരുടെ ശ്രമഫലമായി തടയണ നിർമ്മിക്കുന്നു, പൊട്ടിപ്പോകുന്നു. അപ്പം മാറി വരുന്ന സർക്കാരുകൾക്കൊക്കെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത നവകേരള സദസ്സിനും നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നൊരു വിഷമമുണ്ട്, ദുഃഖമുണ്ട് നാട്ടുകാർക്ക്. ബണ്ട് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ ശാന്താദേവി മൂത്തേട്, വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളകര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ, CDS പ്രസിഡന്റ് ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.